ഗൈസ്, നമ്മുടെ കൊല്ലത്ത് ലുലു എത്തിയല്ലേ ഗൈസ്. അതായത് കുട്ടിയം ഡ്രീംസ് മാളില് ലുലു ഓപ്പൺ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അറിഞ്ഞ് ഞാനും പോയി ഗൈസ്. എന്താ അടിപൊളിയാ കാണാൻ. നമുക്കൊരു എക്സിബിഷന് പോയ ഫീലാണ്. ഇത്രമാത്രം സാധനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് തന്നെ നമ്മുടെ അതിശയം. എന്തുമാത്രം കാര്യങ്ങളാ, എന്തുമാത്രം ഫുഡ് ഐറ്റംസാ സെറ്റ് ചെയ്തേക്കുന്ന രീതിയായാലും എന്തൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആണല്ലേ. സാലഡിൻ്റെ സെക്ഷനൊക്കെ ഭയങ്കര കിടിലമാണ്. എല്ലാ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പഴങ്ങളായിക്കോട്ടെ, പല തരം പഴങ്ങൾ, പല സ്ഥലത്തെ പഴങ്ങൾ. എൻ്റെ പൊന്നു, എന്തോരം വെറൈറ്റീസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പകുതി ഫ്രൂട്ട്സിൻ്റെ പേര് പഠിക്കാം. ഇവിടെ എന്തിനാ ഗൈസ് കണ്ണാടി വെച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ മീറ്റ് സെക്ഷൻ, മട്ടൻ്റെയൊക്കെ വെറൈറ്റി കാര്യങ്ങളാണ് ഗൈസ്. നമ്മുടെ ഹാർട്ട്, ലിവർ, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ദാണ്ട് കിഡ്നിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ശരിക്കും ബയോളജി ടെക്സ്റ്റിൽ കണ്ട അതേ ഷേപ്പല്ലേ കിഡ്നിക്കൊക്കെ. അങ്ങനെ കിഡ്നിയും ബ്രെയിനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അതിശയമായിരുന്നു. നമ്മളിങ്ങനെ ലൈവായിട്ട് ഇതൊക്കെ കഴിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത് കാണുമ്പോൾ നമുക്കൊരു അതിശയമാണ്. അങ്ങനെ നേരെ നമ്മൾ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയി. പലതരം അച്ചാറുകൾ, ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഉണ്ടായിരുന്നേ. അങ്ങനെ കണ്ട് കണ്ട് പോകാൻ തന്നെ ഭയങ്കര രസമാണ്. ഫ്രൂട്ട്സ് ആയാലും തന്നെ ഒരു ഫ്രൂട്ട് തന്നെ എടുത്താൽ പല രാജ്യത്തെ ഫ്രൂട്ട്സ്. പിന്നെ നമുക്ക് തന്നെ തോന്നി, മുട്ടപ്പഴമൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടോ വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. നിങ്ങൾ കണ്ടോണേ കമൻറ്റ് ചെയ്യണേ. പല ഏരിയയിലെ പല വെജിറ്റബിൾസ്, ഇന്ത്യയിലത്, പുറത്തത്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അതേപോലെ വെജിറ്റബിൾസും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. എല്ലാം നമുക്ക് കിട്ടുന്ന വലിയ വിലയൊന്നുമില്ല. ആ പംകിൻ, ഞാനിപ്പോൾ എടുത്തേക്കുന്ന പംകിൻ ഇല്ലേ, മത്തങ്ങ ഡിസ്കോ പംകിൻ എന്നങ്ങാണ്ട് അതിനെ പറയുന്നത്. ഇത് പറഞ്ഞപ്പം എന്നെ പണ്ട് വണ്ണക്കൂടുതലുള്ളതുകൊണ്ട് എല്ലാവരും മത്തങ്ങയെന്ന് വിളിച്ച് കളിയാക്കിയത് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നൊക്കെ ഭയങ്കര സങ്കടം. ഇന്നിപ്പോൾ അവരുടെ വിവരക്കേട് ഓർത്ത് നമ്മൾ ചിരിക്കുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നേരെ അടുത്ത സെക്ഷനിലൊക്കെ പോയി. ഡേറ്റ്സ് തന്നെ എന്നാ വെറൈറ്റിയാണ്. ഒത്തിരിയും വെറൈറ്റി ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി അവിടെ ബില്ലടിച്ച് നമുക്ക് അവിടെ മെയിൻ സെൻറ്ററിൽ പോകാം കേട്ടോ. അങ്ങനെ ഒരുപാട് നഗറ്റ്സും കാര്യങ്ങളും യോഗേർട്ടും, എൻ്റെ പൊന്നും ഇല്ലാത്ത കാര്യങ്ങളില്ല. എന്നാൽ വലിയ വിലയും ഇല്ല ഗൈസ്. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, എന്നാൽ അടിപൊളിയായിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല. നമുക്ക് കിഡിലുമായിട്ട് കിട്ടും ഗൈസ്. നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. എല്ലാം ഒന്ന് കറങ്ങി നോക്കാം. ചുമ്മാ കറങ്ങി നടന്നാലും നമുക്ക് സമയം പോകുന്ന അറിയത്തേ ഇല്ല. നമുക്ക് കുറേ വെറൈറ്റി സാധനം മേടിക്കാനും പറ്റും. അപ്പോൾ ഗൈസ്, താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.